നമസ്കാരം. ഇത് സന്തോഷ് ഒളിമ്പസാണ്. സുസ്ഥിര കൃഷി, ഇതാണ് ഇന്നത്തെ വിഷയം. സുസ്ഥിര ജീവനത്തിനായി മണ്ണിലേക്കും കൃഷിയിലേക്കും മടങ്ങൂ എന്നാണ് ഇത്രയും നാൾ പറഞ്ഞു വന്നത്. എന്നാൽ കൃഷി എന്നതിനെപ്പറ്റി വളരെ കുറച്ച് ആളുകൾ മാത്രം മനസ്സിലാക്കിയതും മിക്കവർക്കും അറിയാത്തതുമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ പാഠം തുടങ്ങാം. അതിതാണ്: മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും ആദ്യത്തെ വ്യവസ്ഥാപിത പ്രകൃതി ചൂഷണ സംവിധാനമാണ് കൃഷി. പ്രകൃതി നാശത്തിന് കൃഷി നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. എന്നാൽ മനുഷ്യ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് കൃഷി അത്യാവശ്യ ഘടകമായി ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഈ അവസ്ഥയിലാണ് നാം സുസ്ഥിര കൃഷി രീതിയെ പിന്തുടരേണ്ടി വരുന്നത്. ഭൂമി എന്ന ജീവിയുടെ കോശങ്ങളാണ് നമ്മളും സസ്യങ്ങളും സൂക്ഷ്മജീവികളും എന്നത് മുൻ പാഠങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഭൂമിയുടെ ശരീരത്തിന്റെ ഒരു പ്രദേശത്ത് എന്തെല്ലാം ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ പ്രദേശത്തെ ജൈവ വൈവിധ്യത്തിന്റെ വിതരണം. ആ പ്രദേശത്ത് വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും ഭൗതികമായും പ്രവർത്തനപരമായും ഊർജപരമായുമുള്ള ആകെത്തുകയാണ് ആ പ്രദേശത്തെ ഇക്കോളജിയെ നിർവഹിക്കുന്നതും നിലനിർത്തുന്നതും. ആ പ്രദേശത്തെ ഇക്കോളജി ഒരു സമ്പൂർണ്ണ ജീവൽ വ്യവസ്ഥയായി മാറണമെങ്കിൽ അവിടെയുള്ള ഘടകങ്ങളുടെ ബീജഗണിതാത്മകമായ ആകെത്തുക ഏതാണ്ട് പൂജ്യമായിരിക്കണം. അതായത് ഒരു പ്രദേശത്തെ ഇക്കോളജിയിൽ വന്നു ചേരുന്ന ഘടകങ്ങളുടെയും വിട്ടുപോകുന്ന ഘടകങ്ങളുടെയും തുകകൾ തുല്യമായിരിക്കണം. സാധാരണ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള ചില ഘടകങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുവാനായി ഏകവിള കൃഷി ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അവിടുത്തെ മണ്ണിന്റെയും പരിസ്ഥിതിയുടെയും സൂക്ഷ്മമായ കാലാവസ്ഥയുടെയും തുലനത നഷ്ടപ്പെടും. ആ പ്രദേശത്തിന്റെ തന്നെ ഇക്കോളജിക്കൽ ഗുണവും അതിനെ ഉപജീവിക്കുന്ന ജൈവ സംവിധാനങ്ങളുടെ ആരോഗ്യവും മോശമാകും. ഇത് ഭൂമിയുടെ തന്നെ മൊത്തം പരിസ്ഥിതിയിൽ ആഘാതമുണ്ടാക്കും. ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമെന്നോണമാണ് സുസ്ഥിര കൃഷി രീതി നാം മുൻപോട്ട് വയ്ക്കുന്നത്. സുസ്ഥിര കൃഷിയെ പലപ്പോഴും ജൈവ കൃഷി എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. രാസകൃഷിയിൽ ഉപയോഗിക്കുന്ന രാസവളങ്ങളും രാസ കീടനാശിനികളും ഘടനാമാറ്റം വരുത്തിയ വിത്തുകളും ഉൽപാദനശേഷി കൂട്ടുവാനായി പ്രകൃതി സമവാക്യങ്ങളെ തെറ്റിച്ചുണ്ടാക്കിയ സങ്കരങ്ങളും മനുഷ്യന്റെ ഭക്ഷണഘടനയിലും ആരോഗ്യത്തിലും സാരമായ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ബോധ്യം വന്ന പ്രകൃതി സ്നേഹികളാണ് രാസകൃഷി വിപ്ലവങ്ങൾ നമ്മുടെ നാടിനെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പുള്ള കൃഷിരീതികളെ അവലംബിച്ചുകൊണ്ട് പ്രകൃതി കൃഷിരീതി വികസിപ്പിച്ചത്. അവരുടെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നുവെങ്കിലും പ്രകൃതിയെ ഒരു സമഗ്ര സത്തയായി കാണുന്നതിൽ അവർ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, കമ്പോള കേന്ദ്രീകൃതമായ ഏതൊരു കൃഷിരീതിക്കും പ്രകൃതിയുടെ തുലനത നഷ്ടപ്പെടുത്താത്ത ഒരു കൃഷി വ്യവസ്ഥ നടപ്പിലാക്കാൻ കഴിയുകയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സുസ്ഥിര കൃഷി ഏറെ പ്രസക്തമാകുന്നത്. എണ്ണയിലും സ്വർണത്തിലും ആധാരമാക്കിയുള്ള ഒരു കമ്പോള വ്യവസ്ഥിതിയിൽ സുസ്ഥിര കൃഷിക്ക് പ്രാധാന്യം വളരെ കുറവാണ്. സുസ്ഥിര കൃഷി വികസിച്ച് പ്രപഞ്ചത്തോളം വളരുന്ന ഒന്നല്ല. പകരം പ്രകൃതിയെ പോലെ തന്നെ അതിന്റെ സ്വന്തം ഇക്കോളജി സ്വയം പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒന്നാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം ആ ഇക്കോളജിയുടെ കേന്ദ്രമായിട്ടുള്ള ഒരു ഗാർഹിക ഗ്രാമ സംവിധാനത്തിന്റെ സുസ്ഥിരവും ആരോഗ്യകരവും വൈവിധ്യപൂർണവുമായ ഭക്ഷണ വ്യവസ്ഥയാണ്. ഇത്തരമൊരു ഇക്കോളജിയിൽ അതിന്റെ രൂപകൽപ്പന നടക്കുന്ന കാലത്തെ ഊർജ വിനിയോഗത്തിനപ്പുറം ധനമോ മനുഷ്യ അധ്വാനമോ ആവശ്യമായി വരുന്നത് വളരെ കുറവാണ്. നമ്മുടെ വീടിന്റെയോ അല്ലെങ്കിൽ ഊരിന്റെയോ ചുറ്റുവട്ടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്ഷ്യവനമാണ് സുസ്ഥിര കൃഷിത്തോട്ടം എന്ന് നമുക്കിതിനെ ചുരുക്കി മനസ്സിലാക്കാം. വീടിന്റെയും കൃഷിയിടത്തിന്റെയും ജീവിത ശൈലികൾ പരസ്പരം സമന്വയിപ്പിച്ച് ചാക്രികമായി മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇക്കോളജിയാണ് സുസ്ഥിര കൃഷിയിടം. വ്യാവസായിക കൃഷിക്ക് വേണ്ടിയല്ല നാം ഇത് ചെയ്യുന്നത് എന്നതിനാൽ തന്നെ സാധാരണ കൃഷിയിടങ്ങളിൽ കാണാറുള്ള വരികളോ ഏകവിള രീതികളോ അല്ല ഇവിടെ അനുവർത്തിക്കുന്നത്. ഈ കൃഷിയിടത്തിലെ ഉൽപ്പന്നങ്ങൾ അതിനു നടുവിലെ വീട്ടിലെ അടുക്കളയിലും അവിടെ നിന്ന് അവിടുത്തെ ജീവികളിലേക്കും അവിടെ നിന്നും ശൗചാലയത്തിലേക്കും അവിടെ നിന്നും വീണ്ടും കൃഷിയിടത്തിലേക്കും പോകുന്ന രീതിയിലുള്ള ഒരു സാങ്കേതിക രൂപകൽപ്പനയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങൾ ഉണ്ടാകാതിരിക്കുകയും അധികം നൈട്രജനോ കളകളോ ചുറ്റുപാടുള്ള പരിസ്ഥിതിയിലേക്ക് നൽകി അവിടെ ആഘാതം ഉണ്ടാക്കുന്നുമില്ല.
അതോടൊപ്പം തന്നെ അവിടെയുള്ള സ്ഥലത്തിന്റെ ഉപയോഗം തീവ്രമായിരിക്കുന്നത് കൊണ്ട് തന്നെ സൂക്ഷ്മ പരിസ്ഥിതിയിലും സ്ഥൂല പരിസ്ഥിതിയിലും ഈ കൃഷിയിടം ഉണ്ടാക്കുന്ന ആഘാതം ഏതാണ്ട് പൂജ്യമായിരിക്കും. പ്രകൃതിയുടെ വനവ്യവസ്ഥയുടെ നിയമങ്ങൾ ഈ ചുരുങ്ങിയ പ്രാദേശിക ഇക്കോളജിയിൽ സ്ഥിരമായി പാലിക്കപ്പെടുന്നു. പ്രാദേശികവും കാലികവുമായ ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യതയിലൂടെ സുസ്ഥിര കൃഷിയിടങ്ങൾ പൂർണ്ണമായും സ്വയം പര്യാപ്തവും സമ്പൂർണവുമായിരിക്കും. ഇതിനുമൊക്കെ അപ്പുറം പ്രാഥമികമായി ഈ കൃഷിയിലുള്ള നിക്ഷേപം വളരെ കുറവായിരിക്കും. അതിനാൽ തന്നെ സുസ്ഥിര കൃഷി ആരംഭിച്ച ഒരാൾ അതിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ തന്നെ അയാൾക്ക് സാമ്പത്തിക നഷ്ടം കുറവായിരിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരാൾ ഈ ഇക്കോളജിയെ ഏറ്റെടുക്കാൻ വരികയാണെങ്കിൽ അതുവരെയുള്ള പരിചരണം പ്രകൃതി സ്വയം നിർവഹിച്ചിട്ടുണ്ടാകും. ഇതാണ് ഇതിന്റെ മഹനീയത. സുസ്ഥിര ജീവനത്തെ ലക്ഷ്യമാക്കുന്ന കുടുംബങ്ങൾക്കും കമ്മ്യൂണിറ്റികൾക്കും ഇക്കോ വില്ലേജുകൾക്കും സുസ്ഥിര കൃഷി എന്നത് എന്നും നിലനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതും ആരോഗ്യകരവുമായ ഒരു പ്രകൃതി സാങ്കേതികതയാണ്. ഇവയുടെ രൂപകൽപ്പനയിലും സ്ഥാപനത്തിലും നിങ്ങൾക്ക് വേണ്ടുന്ന ആഴത്തിലുള്ള പഠനങ്ങൾക്കായി ക്യൂലൈഫിലേക്കും ഒളിമ്പസിലേക്കും നിങ്ങളേവരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. സന്തോഷം. നന്ദി. നമസ്കാരം.